ഹലോ, എൻ്റെ പേര് സജിത. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. പ്രകൃതി ജീവനത്തെ പറ്റി എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ പോയി 2 ദിവസം തടവൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ യാതൊരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ കൂടി പറഞ്ഞുള്ള അറിവ് വെച്ചിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. വളരെയേറെ ആശങ്കകളോടെയാണ് ഞാനിവിടെ സ്ഥാപനത്തിൽ വരുന്നത്. കാരണം എനിക്ക് നല്ല നടുവേദനയും മുട്ടുവേദനയും മൊത്തം ഫാറ്റി ലിവറും ഒക്കെ ആയിട്ട് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഓഫീസിൽ പോകുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന ആദ്യത്തെ 2-3 ദിവസം ഞാൻ ഇവിടുത്തെ ആഹാര രീതികളോടൊക്കെ എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നെ അത് ഒരു ഫാസ്റ്റിംഗ് രൂപത്തിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 2 ദിവസം ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. പിന്നെ എനിക്കത് ഒരു ശീലമായി. എനിക്കത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നൊക്കെ ഇടയ്ക്ക് തോന്നിയായിരുന്നു. എന്നാലും അതിൻ്റെ ഒരു നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇപ്പം ഞാൻ വളരെ സന്തോഷവതിയാണ്. എനിക്ക് വന്നതിൻ്റെ അത്രയും പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല. ഞാൻ ആദ്യമൊക്കെ 1 കിലോമീറ്ററോളം മാത്രമേ നടക്കുകയുള്ളായിരുന്നു. ഇപ്പം ഞാൻ ദിവസം 7 കിലോമീറ്ററോളം നടക്കുന്നുണ്ട്, രാവിലെയും വൈകുന്നേരവുമായിട്ട്. അങ്ങനെ എനിക്ക് ഏകദേശം ഞാൻ വന്നതിൽ നിന്നൊരു 5 കിലോ അടുപ്പിച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഡോക്ടർ കിച്ചു മാഡം എനിക്ക് വളരെയേറെ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ടെൻഷൻ അടിക്കുമ്പോഴൊക്കെ പേടിക്കേണ്ട, എല്ലാം ശരിയാകും എന്നൊരു ഇത് പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലാണ് നമ്മളോടത് ബിഹേവ് ചെയ്യുന്നതും എല്ലാം. പിന്നെ അനീഷ്, രാജേന്ദ്രൻ ചേട്ടൻ, ഞാൻ മുത്തെന്ന് വിളിക്കുന്ന രതീഷ്, ഇവരൊക്കെ നല്ല കൂട്ടുകാരെ പോലെ ആയിരുന്നു. എനിക്ക് ഇവിടെ ഏറ്റവും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത 2 പേരും കൂടിയുണ്ട്. ഡോക്ടർ ദാമിനിയും ഡോക്ടർ സുധാവേണിയും. അവർ 2 പേരും എൻ്റെ മോളുടെ പ്രായമേ ഉള്ളൂ. 2 കുട്ടികളും എൻ്റെ മക്കളെ പോലെ തന്നെയാണ്. എന്നോട് വളരെ സ്നേഹത്തോടും വളരെ ഇതായിട്ടാണ് ആ കുട്ടികൾ പെരുമാറിയിട്ടുള്ളത്. അവർക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകട്ടെ, നല്ല ഡോക്ടർമാരായിട്ട് അവരും വളരട്ടെ. സഞ്ജീവനിയിൽ കിട്ടിയ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് അവർക്ക് നല്ലൊരു ഉപകാരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടും നമുക്ക് പെട്ടെന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ വലിയ അസുഖങ്ങളൊന്നും അല്ലെങ്കിൽ കഴിയുന്നത് ഇങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. വന്ന് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും. ശരി, താങ്ക് യു.